എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന എങ്ങനെയാണ് സെലീനിയം യൂസ് ചെയ്ത് ഫയർഫോക്സ് ബ്രൗസറിൽ ഫുൾ പേജ് സ്ക്രീൻഷോട്ട് ക്യാപ്ചർ ചെയ്യുന്നത് എന്നുള്ളതാണ്. സ്ക്രീൻഷോട്ട് ക്യാപ്ചർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് പോയിന്റ്സ് മെയിൻ ആയിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ്, നീഡ് ടു യൂസ് ഗെറ്റ് ഫുൾ പേജ് സ്ക്രീൻഷോട്ടസ് മെത്തേഡ് ഇൻ സെലീനിയം. ഫുൾ പേജ് സ്ക്രീൻഷോട്ട് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി സെലീനിയത്തിലെ ഗെറ്റ് ഫുൾ പേജ് സ്ക്രീൻഷോട്ട് അസ് എന്ന് പറഞ്ഞ മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. സെക്കൻഡ് പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദിസ് മെത്തേഡ് ഈസ് ഓൺലി അവൈലബിൾ ടു ഫയർഫോക്സ് ഡ്രൈവർ മീൻസ് ഫുൾ പേജ് സ്ക്രീൻഷോട്ട് ഓൺലി പോസിബിൾ ഇൻ ഫയർഫോക്സ് ബ്രൗസർ. അതായത് ഗെറ്റ് ഫുൾ പേജ് സ്ക്രീൻഷോട്ട് എന്നുള്ള മെത്തേഡ് ഫയർഫോക്സ് ഡ്രൈവറിന്റെ കേസിൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ക്രോം ഡ്രൈവറിന്റെ കേസിലും എഡ്ജ് ഡ്രൈവറിന്റെ കേസിലും സെലീനിയം ഈ മെത്തേഡ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതിനർത്ഥം ഫുൾ പേജ് സ്ക്രീൻഷോട്ട് ഫയർഫോക്സ് ബ്രൗസറിൽ മാത്രമേ നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഗൂഗിൾ ക്രോമും എഡ്ജും ഈ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷനാലിറ്റി സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇനി ഫുൾ പേജ് സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് നോക്കാം. ഞാൻ ഫയർഫോക്സ് ബ്രൗസറിൽ ആമസോണിന്റെ ഈ ഒരു പർട്ടിക്കുലർ URL ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ മോള് തൊട്ട് ഈ സെർച്ച് ബാർ തൊട്ട് താഴെ വരെ ഉള്ള ഈ ഒരു കംപ്ലീറ്റ് പാർട്ടിനാണ് ഫുൾ പേജ് എന്ന് പറയുന്നത്. അപ്പം മോള് തൊട്ട് താഴെ വരെയുള്ള ഫുൾ പേജിന്റെ സ്ക്രീൻഷോട്ട് ആയിരിക്കും നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഡെമോയിലേക്ക് പോവാം. ഞാൻ എക്ലിപ്സ് ID ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ സ്ക്രീൻഷോട്ട് ഫുൾ പേജ് എന്ന് പറഞ്ഞ് ഒരു ജാവ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഡ്രൈവറിന്റെ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫയർഫോക്സ് ഡ്രൈവറിന്റെ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വിൻഡോ മാക്സിമൈസ് ചെയ്യാനുള്ളതും, അതുപോലെ ബ്രൗസറിനകത്ത് ആമസോണിന്റെ നമ്മൾ ഇപ്പം കണ്ട ആ URL ഓപ്പൺ ചെയ്യാനുള്ള കോഡും, അതുപോലെ ഡ്രൈവർ ക്ലോസ് ചെയ്യാനുള്ള കോഡും ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫുൾ പേജ് സ്ക്രീൻഷോട്ട് ക്യാപ്ചർ ചെയ്യാനുള്ള കോഡ് എഴുതാം. ഡ്രൈവർ ഡോട്ട് ഗെറ്റ് ഫുൾ പേജ് സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അതിനു മുമ്പ് അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫയർഫോക്സ് ഡ്രൈവർ ടൈപ്പ് കാസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ആദ്യമേ ഫയർഫോക്സ് ഡോട്ട് ഗെറ്റ് ഫുൾ പേജ് സ്ക്രീൻഷോട്ട് എന്നുള്ള മെത്തേഡ് കോൾ ചെയ്യുക. അതിനുശേഷം എന്താണോ ഔട്ട്പുട്ട് ടൈപ്പ് കൊടുക്കേണ്ടത് അത് കറക്റ്റായിട്ട് കൊടുക്കുക. ഞാൻ ഫയൽ ടൈപ്പ് തന്നെയാണ് ഇത്തവണയും യൂസ് ചെയ്യാൻ പോകുന്നത്. ഔട്ട്പുട്ട് ടൈപ്പ് ഡോട്ട് ഫയൽ ഡ്രൈവർ ഫയർഫോക്സ് ഡ്രൈവറുമായിട്ട് ടൈപ്പ് കാസ്റ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ ഒരു മെത്തേഡ് നമുക്ക് അവൈലബിൾ ആയിട്ട് മാറുള്ളൂ. അതിനുശേഷം ഒരു ഫയൽ ഒബ്ജക്റ്റിലേക്ക് സ്റ്റോർ ചെയ്യാം. ഫയൽ സോഴ്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഞാനൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഫയൽ ഇമ്പോർട്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ഡെസ്റ്റിനേഷൻ കൂടെ ആഡ് ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ ഫുൾ പേജ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സോഴ്സ് എന്ന് പറഞ്ഞ ഒരു ഫയലിലേക്ക് സ്റ്റോർ ചെയ്യുവാണ്. ഇനി നമുക്ക് ഈ സോഴ്സ് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ ആദ്യമേ നമുക്ക് ഡെസ്റ്റിനേഷൻ എവിടെയാണ് ഈ പർട്ടിക്കുലർ ഫയല് സേവ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ആഡ് ചെയ്യണം. ഫയൽ ഡെസ്റ്റിനേഷൻ ഈക്വൽ ടു ഫയലിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ന്യൂ ഫയൽ. പ്രൊജക്റ്റിന്റെ റൂട്ട് ഫോൾഡർ യൂസ് ചെയ്യാൻ വേണ്ടി ഡോട്ട് അതിന് // യൂസ് ചെയ്തു നമ്മൾ സ്ക്രീൻഷോട്ട് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ക്രീൻഷോട്ട്സ് എന്ന് പറഞ്ഞ ഈ ഫോൾഡറിലേക്ക് തന്നെയാണ്. സ്ക്രീൻഷോട്ട്സ്
amazon.png എന്ന് പറഞ്ഞ് ഞാൻ ഫയലിന് പേര് കൊടുക്കുന്നു. അതിനുശേഷം ഫയൽ യൂട്ടിൽസ് എന്ന ക്ലാസ് യൂസ് ചെയ്ത് കോപ്പി ഫയൽ എന്നുള്ള മെത്തേഡ് കോൾ ചെയ്യുന്നു. അതിനുശേഷം സോഴ്സും ഡെസ്റ്റിനേഷനും കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ ജാവ ഫയൽ റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിയുമ്പോൾ ആമസോൺ എന്ന പേരിൽ ഒരു ഫയൽ സ്ക്രീൻഷോട്ട് ഫോൾഡറിനകത്ത് ക്രിയേറ്റ് ചെയ്ത് തരണം. നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം സ്ക്രീൻഷോട്ട്സ് എന്ന ഫോൾഡറിനകത്ത് amazon.png എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ആയി വന്നിരിക്കുന്നത്. ഇത് സ്ക്രീൻഷോട്ട് ആണ്, ഫുൾ പേജ് സ്ക്രീൻഷോട്ട് ആണ്. ഞാൻ ഇത് സെലക്ട് ചെയ്യുവാണ്. നിങ്ങൾക്ക് കാണാം amazon.in എന്നുള്ള ആ വെബ്സൈറ്റിലെ കോൾ ചെയ്ത് ഏറ്റവും ബോട്ടം വരെയുള്ള ഫുൾ പാർട്ട് സ്ക്രീൻഷോട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു മെത്തേഡ് Selenium നിലവിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഫയർഫോക്സ് ഡ്രൈവറിന്റെ കേസ് മാത്രമാണ്. നമ്മളിവിടെ ഫയർഫോക്സ് ഡ്രൈവർ മാറ്റി ക്രോം ഡ്രൈവർ ആക്കി കഴിഞ്ഞാൽ ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ലെന്ന് കമ്പൈൽ ടൈം എറർ വരും. അത് ഞാൻ കാണിച്ചു തരാം. ഇത് ക്രോം ഡ്രൈവർ ആക്കി, അതുപോലെ ഇവിടെ ഞാൻ ക്രോം ഡ്രൈവർ ആക്കി ഇമ്പോർട്ട് ചെയ്തു. ഇപ്പൊ നിങ്ങൾക്കൊരു കമ്പൈൽ ടൈം എറർ കാണിച്ചേക്കുന്നത് കാണാം. The method getFullPageScreenshotAs is undefined for the type Chrome driver. അതായത് ഈ മെത്തേഡ് ക്രോം ഡ്രൈവറിന്റെ കേസിൽ അവൈലബിൾ എന്നാണ് പറയുന്നത്. സജഷൻ കാണിച്ചിരിക്കുന്നത് ഈ മെത്തേഡ് മാറ്റി ഗെറ്റ് സ്ക്രീൻഷോട്ടസ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യാനാണ് പറയുക. ഗെറ്റ് സ്ക്രീൻഷോട്ടസ് വെച്ച് നമുക്ക് ഫുൾ പേജ് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റില്ല. ഒരു പർട്ടിക്കുലർ പേജ് സെക്ഷന്റെയോ അല്ലെങ്കിൽ പർട്ടിക്കുലർ വെബ് എലമെന്റെയോ സാധിക്കുള്ളൂ. എഡ്ജ് ആക്കി മാറ്റിയാലും ഇതേ ഒരു കമ്പൈൽ ടൈം എറർ കാണിക്കും. ഞാനത് കാണിച്ചു തരാം. എഡ്ജ് ആക്കി മാറ്റി, ഞാൻ എഡ്ജ് ഡ്രൈവർ ആണ്. ഇവിടെ ഞാൻ എഡ്ജ് ഡ്രൈവർ ആക്കുന്നു. എഡ്ജ് ഡ്രൈവർ ഇമ്പോർട്ട് ചെയ്യുന്നു. ഇപ്പൊ കമ്പൈൽ ടൈം എറർ വന്നു. ദ മെത്തേഡ് ഗെറ്റ് ഫുൾ പേജ് സ്ക്രീൻഷോട്ടസ് ഈസ് അൺഡിഫൈൻഡ് ഫോർ ദ ടൈപ്പ് എഡ്ജ് ഡ്രൈവർ. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ഗെറ്റ് ഫുൾ പേജ് സ്ക്രീൻഷോട്ടസ് എന്നുള്ള മെത്തേഡ് ഫയർഫോക്സ് ഡ്രൈവറിന്റെ കേസ് മാത്രമായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ വീണ്ടും തിരിച്ച് ഫയർഫോക്സ് ഡ്രൈവർ ആക്കുവാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡ്രൈവർ ഫയർഫോക്സ് ഡ്രൈവറിലേക്ക് ടൈപ്പ് കാസ്റ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു മെത്തേഡ് കോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.